വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 7. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ്. ഫലത്തിൽ നിന്ന് അവരെ മനസ്സിലാക്കാം. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കുവാൻ ആകില്ലല്ലോ. നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലമോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. അവയുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ജീവവൃക്ഷത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന ബോധ്യങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ബോധ്യവും പഠനവുമാണ് നമ്മൾ കാപട്യത്തെ തിരിച്ചറിയുവാനും വ്യാജ പ്രവാചകന്മാരെ തിരിച്ചറിയുവാനും ചീത്ത വൃക്ഷങ്ങളെ തിരിച്ചറിയാനുമുള്ള ബോധ്യം. പലപ്പോഴും ആടിൻ്റെ വേഷത്തിലെത്തുന്ന ചെന്നായ്ക്കളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം നമ്മൾ അന്ധരായി പോകുന്നു. നാം കാണുന്നതും കേൾക്കുന്നതും അനുസരിച്ച് വിധിക്കുകയും അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹ സാന്നിധ്യം പോലും ഉപേക്ഷിച്ചുകൊണ്ട് വ്യാജ പ്രവാചകന്മാരുടെ പിന്നാലെ നമ്മൾ പോകുന്നു. ഒടുവിൽ അഗാധ ഗർത്തത്തിലെത്തുമ്പോഴാണ് തിരിച്ചറിവുണ്ടാവുക. ക്രിസ്തു നമ്മെ കൂടുതൽ സ്നേഹത്തോടെ ബോധ്യപ്പെടുത്തുന്നു. നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ അനുധാവനം ചെയ്യരുത്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെയാണ് തൻ്റെ ശിഷ്യഗണത്തെ ലോകത്തിലേക്ക് ക്രിസ്തു അയക്കുക. എങ്കിലും അവരോട് ജാഗരൂകരായിരിക്കുവാനും കാപട്യം തിരിച്ചറിയുവാനും ക്രിസ്തു അവർക്ക് ബലവും കൃപയും നൽകുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ നാം നന്മയുടെ ഫലം ഉള്ളവരാകണമെന്ന് ക്രിസ്തു ഓർപ്പെടുത്തുന്നു. നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പ്രകടിപ്പിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ വ്യക്തിജീവിതത്തിൻ്റെ നന്മയാണ് നമ്മെ യഥാർത്ഥത്തിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ബലം നൽകുന്നത്. നാം ആന്തരികവും ബാഹ്യവുമായി ഒരുപോലെ നന്മ ഉള്ളവരാകണം. പുറമേ ഒന്നും ഉള്ളിൽ മറ്റൊന്നുമായിരിക്കുന്നതാണ് കാപട്യം. അപ്രകാരം ഉള്ള മനസ്സോടെ ഭൂമിയിൽ നന്മ ചെയ്ത് കടന്നു പോകാൻ നമുക്ക് സാധ്യമാകുകയില്ല. ഇന്നത്തെ സുവിശേഷം അവസാനിക്കുന്നതിന് മുമ്പ് യേശു പറയുന്നുണ്ട്, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. പ്രിയ ദൈവമക്കളെ, നാം നശിപ്പിക്കപ്പെടേണ്ടവരോ തീയിലെറിയപ്പെടേണ്ടവരോ അല്ല. നാം സംരക്ഷിക്കപ്പെടേണ്ടവരും നമ്മിലൂടെ അനേകർ വീണ്ടെടുക്കപ്പെടേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൽപ്രവൃത്തികളാകുന്ന ഫലങ്ങളിൽ നിന്ന് നമ്മളിലെ ക്രിസ്തു സാന്നിധ്യവും സ്നേഹവും നന്മയും കരുണയും ക്ഷമയും വിശ്വാസവും വിശുദ്ധിയും അവരന് ബോധ്യമാകണം. നമ്മുടെ ഉള്ളിലില്ലാത്ത ഒരു ബലങ്ങളും ആർക്കും നമുക്ക് നൽകാൻ കഴിയില്ല. ക്രിസ്തു ഹൃദയത്തിലുള്ളവൻ ഈ ഭൂമിയിൽ നന്മയുടെ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയായിരിക്കും. യേശു ആവർത്തിച്ച് നമ്മെ ഓർപ്പെടുത്തുന്നു, നമ്മൾ നല്ല ഫലങ്ങൾ നൽകുന്ന നല്ല വ്യക്തികളാകണം. അധരങ്ങളിൽ ദൈവത്തിൻ്റെ വചനം വഹിക്കുകയും അത് മറ്റുള്ളവരോട് പറയുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന നമ്മൾ ജീവിതത്തിലും അപ്രകാരമാകണം. നാം ക്രിസ്തുവിൻ്റെ ചൈതന്യമുള്ളവരും അവൻ്റെ സ്നേഹതണലിൽ ജീവിക്കുന്നവരുമാകണം. അപ്പോൾ മാത്രമേ നമുക്ക് ലോകത്തിന് പ്രകാശം പരത്താനാകൂ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.